നമസ്കാരം. നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കുന്നംകുളം വടുതല ഗവൺമെന്റ് UP സ്കൂളിൽ ഭീമൻ കടന്നൽക്കൂട്. കുട്ടികളുടെ സുരക്ഷ കണക്കിലെടുത്ത് സ്കൂളിൽ നിന്ന് അവധി നൽകി. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് നഴ്സുമാർ നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി. ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് നഴ്സുമാർ നടത്തുന്ന സമരം ഒത്തുതീർപ്പാക്കാത്ത മാനേജ്മെന്റ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് മാർച്ച്. അമല ആശുപത്രിയുടെ നഴ്സുമാരുടെ സമരം അവസാനിച്ചിട്ടില്ലെന്ന് മാനേജ്മെന്റ്. തൃശൂർ നഗരമധ്യത്തിൽ അതിഥി തൊഴിലാളിയെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പ്രതിയെ പിടികൂടിയത് അസമിൽ നിന്ന്. മാന്നാമംഗലത്ത് വെള്ളക്കാരിത്തടത്ത് വീണ്ടും കാട്ടാന ഇറങ്ങി. കാട്ടാന ശല്യം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമിതി പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. കാട്ടാനകളെ നിരീക്ഷിക്കാൻ AI സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിന് കണ്ണീരോടെ മടക്കം. ബ്രസീലിനെ അട്ടിമറിച്ച് നോർവേ ക്വാർട്ടറിൽ. വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളം വടുതല ഗവൺമെന്റ് UP സ്കൂളിൽ ഭീമൻ കടന്നൽക്കൂട്. കുട്ടികളുടെ സുരക്ഷ കണക്കിലെടുത്ത് സ്കൂളിന് അവധി നൽകി. ഇന്ന് രാവിലെ വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂളിൽ എത്തിയപ്പോഴാണ് സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിൽ മേൽക്കൂരയിലെ ഷീറ്റിനോട് ചേർന്ന് വലിയ രീതിയിലുള്ള കടന്നൽക്കൂട് ശ്രദ്ധയിൽപ്പെട്ടത്. ശക്തമായ കാറ്റിൽ കെട്ടിടത്തിലെ ഷീറ്റുകൾ ഇളകുമ്പോൾ കടന്നൽക്കൂടിന് ഇളക്കം തട്ടുകയും ഇത് കാരണം സമീപ പ്രദേശങ്ങളിലേക്ക് കടന്നലുകൾ കൂട്ടത്തോടെ പറന്നു നടക്കുകയും ചെയ്യുന്നത് ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് അപകട സാധ്യത കണക്കിലെടുത്ത് സ്കൂളിന് അവധി പ്രഖ്യാപിച്ചത്. ഇന്ന് രാത്രിയോടെ നഗരസഭാ കൌൺസിലർമാരായ ഷാനോഫ്, രുദ്ര, രജീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ സ്കൂൾ കെട്ടിടത്തിൽ നിന്നും കടന്നൽക്കൂട് പൂർണ്ണമായും നീക്കം ചെയ്യും. കടന്നൽക്കൂട് നീക്കം ചെയ്തതിനു ശേഷം നാളെ മുതൽ സ്കൂൾ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമെന്നും നാളെ പ്രവൃത്തി ദിനമായിരിക്കുമെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചു. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കാത്ത മാനേജ്മെന്റ് നടപടിയിൽ പ്രതിഷേധിച്ച് UNAയുടെ നേതൃത്വത്തിൽ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിലേക്ക് സംഘടിപ്പിച്ച മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി. തൃശൂർ ശക്തൻ സ്റ്റാൻഡ് പരിസരത്ത് മനോരമ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ നൂറുകണക്കിന് നഴ്സുമാർ അണിനിരന്നു. മാർച്ച് ഫാത്തിമ നഗർ ജംഗ്ഷന് സമീപം പോലീസ് തടഞ്ഞു. ജൂബിലി മിഷൻ ആശുപത്രിക്ക് മുൻപിൽ സമരം നടത്തുന്ന പ്രവർത്തകരെ കണ്ട് അഭിവാദ്യം അർപ്പിക്കാൻ അവസരം നൽകണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടതിനെ ചൊല്ലി അല്പനേരം പോലീസുമായി തർക്കം നടന്നു. തുടർന്ന് ചെറു സംഘങ്ങളായി അതിനുള്ള അവസരം നൽകാമെന്ന് പോലീസ് സമ്മതിക്കുകയായിരുന്നു. പ്രതിഷേധ യോഗം UNA സംസ്ഥാന പ്രസിഡന്റ് ഷോബി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. 112 ദിവസമായി തുടരുന്ന സമരത്തെ കണ്ടിൽ നിന്നടിക്കുന്ന ജൂബിലി മിഷൻ മാനേജ്മെന്റിനെതിരെ കൂടുതൽ ശക്തമായ രീതിയിലുള്ള സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ഷോബി ജോസഫ് പറഞ്ഞു. UNA ജില്ലാ പ്രസിഡന്റ് ടിൻഡു തോമസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി അജയ് വിശംബരൻ, സംസ്ഥാന സമിതി അംഗങ്ങളായ റെജി ജോൺ, ലിജോ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. സമരത്തിന് ഐക്യദാർഢ്യവുമായി ആം ആദ്മി പാർട്ടി പ്രവർത്തകരും മാർച്ചിൽ നഴ്സുമാർക്കൊപ്പം പങ്കെടുത്തു. തുടർന്ന് ചെറുസംഘങ്ങളായി UNA നഴ്സുമാർ സമരപ്പന്തലിലെത്തി സമരം ചെയ്യുന്ന സഹപ്രവർത്തകർക്ക് അഭിവാദ്യം അർപ്പിച്ചു. മാർച്ചിന്റെ പശ്ചാത്തലത്തിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടതിനാൽ യാത്രക്കാർ വലഞ്ഞു. ACP ശശിധരന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹമാണ് ആശുപത്രി പരിസരത്ത് ക്യാമ്പ് ചെയ്തിരുന്നത്. TCV തൃശൂർ. അമല ആശുപത്രിയിലെ നഴ്സിംഗ് സമരം അവസാനിപ്പിച്ചുവെന്നും ശമ്പള വർധനവ് നടപ്പിലാക്കാൻ തീരുമാനിച്ചു എന്നുള്ള സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ തികച്ചും വാസ്തവ വിരുദ്ധമാണെന്ന് അമല മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു. സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ദിവസങ്ങളിൽ യാതൊരുവിധ ചർച്ചകളോ തീരുമാനങ്ങളോ അമലയിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഇക്കാര്യത്തിൽ ജൂബിലിയും അമലയും ഒന്നിച്ചുള്ള ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും മാത്രമേ തയ്യാറാവുള്ളൂവെന്ന് ജില്ലാ ലേബർ ഓഫീസറെ അറിയിച്ചിട്ടുണ്ടെന്ന് അമല മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ വ്യക്തമാക്കി. തൃശൂർ നഗരമധ്യത്തിൽ അതിഥി തൊഴിലാളിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അസം സ്വദേശി നൂർ ആലമാണ് കഴിഞ്ഞ ദിവസം പിടിയിലായത്. കഴിഞ്ഞ ജൂൺ 18-ന് തൃശൂർ കോരപ്പത്ത് ലൈനിൽ വാടക വീട്ടിൽ വെച്ചാണ് സംഭവം. ഒഡീഷ സ്വദേശി ധൻപത് നായിക്കാണ് നഗരത്തിലെ അനാശാസ്യ കേന്ദ്രത്തിലുണ്ടായ തർക്കത്തെ തുടർന്ന് കൊല്ലപ്പെട്ടത്. കേസിലെ 6 പ്രതികളെ നേരത്തെ തൃശൂർ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മാന്നാമംഗലം വെള്ളക്കാരിത്തടത്ത് വീണ്ടും കാട്ടാന ഇറങ്ങി. ഇന്ന് രാവിലെയാണ് 2 കാട്ടാനകൾ ഇറങ്ങിയത്. കാട്ടാനകൾ തോട്ടം മേഖലയിൽ ചുറ്റിക്കറങ്ങി. കാട്ടാനയെ കണ്ട് തൊഴിലാളികളും കർഷകരും സുരക്ഷിത സ്ഥലത്തേക്ക് ഓടിമാറി. അതേസമയം കാട്ടാന ശല്യം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വെള്ളക്കാരിത്തടം ജനകീയ സമിതി പ്രവർത്തകർ K. രാജൻ MLAയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. കാട്ടാന ശല്യം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ആനകളെ നിരീക്ഷിക്കാൻ AI സംവിധാനം ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 2 മാസമായി മേഖലയിൽ കാട്ടാന ശല്യം തുടരുകയാണ്.
KCCLന്റെ നേതൃത്വത്തിൽ കേരള വിഷൻ ഡിജിറ്റൽ TV, കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കേരള വിഷൻ ടേണിംഗ്സ് എന്നിവ സംയുക്തമായി തൃശൂരിൽ മിഷൻ 30 ബിസിനസ് മീറ്റ് സംഘടിപ്പിച്ചു. തൃശൂർ ഹോട്ടൽ മെർലിൻ ഇന്റർനാഷണലിൽ സംഘടിപ്പിച്ച മിഷൻ 30 ബിസിനസ് മീറ്റ് COA ജനറൽ സെക്രട്ടറി PB സുരേഷ് ഉദ്ഘാടനം ചെയ്തു. COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. KCCL ചെയർമാൻ PP സുരേഷ് കുമാർ മിഷൻ 30യിലേക്കുള്ള ആക്ഷൻ പ്ലാൻ അവതരിപ്പിച്ചു. ടേണിംഗ്സ് MD KV രാജൻ, COA ജില്ലാ സെക്രട്ടറി CG ജോസ്, KCCL ഡയറക്ടർ VP ബിജു തുടങ്ങിയവർ സംസാരിച്ചു. KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ C സുരേഷ് കുമാർ കേരള വിഷന്റെ ടൂറിസം പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. KCCL ചീഫ് ഓഫ് ഓപ്പറേഷൻസ് N പത്മകുമാർ, ടെക്നിക്കൽ ഹെഡ് മനു മധുസൂദനൻ, OTT IPTV പ്രതിനിധി CR രാഹുൽ തുടങ്ങിയവർ വിവിധ പദ്ധതികൾ അവതരിപ്പിച്ചു. സംസ്ഥാനത്ത് 4 സോണുകളിലായി ബിസിനസ് മീറ്റ് സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച ബിസിനസ് മീറ്റിൽ നിരവധി കേബിൾ ഓപ്പറേറ്റർമാർ പങ്കെടുത്തു. TCV തൃശൂർ. പെരിഞ്ഞനത്ത് ചായക്കടയിൽ അതിക്രമിച്ചു കയറി വാളുമായി വധഭീഷണി മുഴക്കിയ കേസിലെ പ്രതികളെ കയ്പമംഗലം പോലീസ് പിടികൂടി. പെരിങ്ങോട്ടുകര സ്വദേശി വടക്കേക്കുന്നത്ത് വീട്ടിൽ അരുൺ, പ്രായപൂർത്തിയാകാത്ത സുഹൃത്ത് എന്നിവരാണ് പിടിയിലായത്. അരുണിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കും. പെരിഞ്ഞനം കട്ടൻസ് ടീ ഷോപ്പിലായിരുന്നു സംഭവം. കടയിൽ വെച്ച് സിഗരറ്റ് വലിച്ച പ്രതികളോട് കടയുടമ പുറത്തു പോകാൻ ആവശ്യപ്പെട്ടതിന്റെ വൈരാഗ്യത്തിൽ പ്രതി വാളുമായി കടയ്ക്കുള്ളിലേക്ക് അതിക്രമിച്ചു കയറി ഉടമ വിനയകുമാറിന് നേരെ വധഭീഷണി മുഴക്കുകയായിരുന്നു. കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ SHO ബിജിത്ത്, GSI രമേശ്, GSCPO മാരായ ജോസഫ്, സുനിൽകുമാർ, സിനോജ്, രജനീഷ്, പ്രജിത്ത് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വെങ്കിടങ് തണ്ടഴിപ്പാടം റോഡിന് സമീപം സ്വിഫ്റ്റ് കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. ഏനാമാവ് ചിരട്ടക്കടവ് സ്വദേശി ടോണിക്കാണ് പരിക്കേറ്റത്. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ഇയാളെ ഏനാമാവ് കെട്ടുങ്ങൽ VCare ആംബുലൻസ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാവറട്ടി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പന്നിത്തടം INTUC യൂണിയൻ തൊഴിലാളി ജോലി സ്ഥലത്ത് കുഴഞ്ഞു വീണു മരിച്ചു. ചിറമനേങ്ങാട് മടപ്പാട്ട് പറമ്പിൽ 52 വയസ്സുള്ള സിദ്ദിഖാണ് മരിച്ചത്. ഉടൻ തന്നെ സഹപ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഗുരുവായൂരിൽ നായർ സമാജത്തിന്റെ നേതൃത്വത്തിലുള്ള അഷ്ടമി രോഹിണി ആഘോഷങ്ങൾക്ക് ഒരുക്കം തുടങ്ങി. പരിപാടിയുടെ വിജയകരമായ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപവൽക്കരണം പൂർത്തിയായി. മമ്മിയൂർ നായർ സമാജം ഹാളിൽ നടന്ന ചടങ്ങ് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ DM വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി വിപുലമായ പരിപാടികൾ സംഘാടക സമിതി ആസൂത്രണം ചെയ്തു. അഷ്ടമി രോഹിണി ആഘോഷങ്ങളുടെ വിളംബരമായി ഉത്രാടം ദിവസമായ ഓഗസ്റ്റ് 25-ന് ഗുരുവായൂരപ്പന് നറുവെണ്ണ സമർപ്പിക്കും. സെപ്റ്റംബർ 4-നാണ് ഇത്തവണത്തെ അഷ്ടമി രോഹിണി ആഘോഷം നടക്കുക. ജനറൽ കൺവീനർ V അച്യുതക്കുറുപ്പ്, VP ഉണ്ണികൃഷ്ണൻ, കല്ലൂർ ഉണ്ണികൃഷ്ണൻ, KN സോമകുമാർ, സുവർണ മനോജ്, V രവീന്ദ്രൻ നമ്പ്യാർ, വാസുദേവക്കുറുപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. ശക്തമായ മഴയിൽ തൃശൂർ, മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പെരുന്തുരുത്തി പുളിക്കക്കടവ് പാലത്തിൽ വെള്ളം കയറി. പഴഞ്ഞിയിൽ നിന്ന് ചങ്ങരംകുളത്തേക്കുള്ള എളുപ്പവഴിയായതിനാൽ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി സഞ്ചരിക്കുന്നത്. മഴ ശക്തമാകുന്ന ഓഗസ്റ്റ് മാസത്തിലാണ് പാലത്തിൽ വെള്ളം കയറാറുള്ളത്. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നയം തിരുത്തണമെന്ന് കർഷക തൊഴിലാളി യൂണിയൻ വെള്ളാറ്റഞ്ഞൂർ മേഖലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. വെള്ളാറ്റഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം ജില്ലാ വൈസ് പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് PA സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി P മോഹൻദാസ്, ട്രഷറർ PN അനിൽകുമാർ, KV ഫ്രാൻസിസ്, TK ശിവൻ, ജയന്തി, ഷേർലി, ദിലീപ് കുമാർ, K മഞ്ജുനാഥൻ, VG ഗിരീഷ് എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റായി PA സുബ്രഹ്മണ്യനെയും സെക്രട്ടറിയായി K മഞ്ജുനാഥനെയും ട്രഷററായി ജയന്തിയെയും തിരഞ്ഞെടുത്തു. ഇനി ലോകകപ്പ് വിശേഷങ്ങളുമായി കളിക്കാലം. അഞ്ച് ലോക കിരീടങ്ങളുടെ പെരുമ പേറുന്ന ബ്രസീലിനെ അട്ടിമറിച്ച നോർവേ ക്വാർട്ടറിൽ. Kicked away from his man, shoulder up and he's lifted it up for Haaland! He blunders again! 79-ാം മിനിറ്റിലെ എർലിംഗ് ഹോളണ്ടിന്റെ ഹെഡർ ബ്രസീൽ വല മാത്രമല്ല, കോടിക്കണക്കായ ബ്രസീൽ ആരാധകരുടെ നെഞ്ചും തുളച്ചു. പിന്നാലെ 90-ാം മിനിറ്റിൽ കിടിലനൊരു ഇടംകാലനടിയിൽ നോർവേയുടെ വിജയവും ഗോൾ പട്ടികയും പൂർത്തിയാക്കി.
Shoulder up. Holland! Oh, wonderful! He has nailed it for Norway! ഈ ലോകകപ്പിൽ ഹാളൻഡിന്റെ 7ാം ഗോളായിരുന്നു ഇത്. 14-ാം മിനിറ്റിൽ ബ്രൂണോ ഗ്യുമറീഷ് നഷ്ടപ്പെടുത്തിയ ആ പെനാൽറ്റിക്ക് ബ്രസീലിന് നൽകേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. കളി അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ലഭിച്ച പെനാൽറ്റി വലയിലെത്തിച്ച് നെയ്മറാണ് ബ്രസീലിന്റെ ആശ്വാസ ഗോൾ നേടിയത്. Neymar rolls it in. Is there... ബ്രസീലിനെതിരായ വിചിത്രമായ ആ റെക്കോർഡ് നിലനിർത്താനും നോർവേക്കായി. ഫുട്ബോളിൽ ഇതുവരെ 88 ടീമുകളെ നേരിട്ടിട്ടുള്ള ബ്രസീലിന് ഒരിക്കൽ പോലും തോൽപ്പിക്കാനാവാത്ത ഒരേയൊരു ടീമാണ് നോർവേ. അന്താരാഷ്ട്ര ഫുട്ബോളിൽ ബ്രസീലും നോർവേയും ഇതുവരെ 6 തവണയാണ് നേർക്കുനേർ വന്നിട്ടുള്ളത്. ഇതിൽ ഒരു തവണ പോലും വിജയിക്കാൻ ബ്രസീലിന് കഴിഞ്ഞിട്ടില്ല. 6ാമത്തേത് ഈ ലോകകപ്പ് മത്സരവും. പുലി പതുങ്ങുന്നത് കുതിക്കാനെന്ന പോലെയായിരുന്നു മത്സരത്തിൽ നോർവേ താരങ്ങൾ. മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിൽ നോർവേ താരങ്ങൾ ബ്രസീൽ ബോക്സിലേക്ക് ഇരമ്പിയെത്തുന്ന കാഴ്ചയായിരുന്നു. 3-ാം മിനിറ്റിൽ തന്നെ പാട്രിക് ബെർഗ് സ്കോർ ചെയ്തെങ്കിലും ഈ മുന്നേറ്റത്തിനിടെ അലക്സാണ്ടർ സൊർലോത്ത് ഓഫ് സൈഡ് ആയതോടെ ഗോൾ പരിഗണിച്ചില്ല. പിന്നീട് നോർവേ ഒന്ന് പതുങ്ങി. പിന്നാലെ 10-ാം മിനിറ്റിലാണ് ബ്രസീലിന് അനുകൂലമായ പെനാൽറ്റി. മത്തിയൂസ് കുനിയെ ക്രിസ്റ്റഫർ അയർബോക്സിൽ വീഴ്ത്തിയതിനായിരുന്നു പെനാൽറ്റി. വാർ പരിശോധിച്ച ശേഷമായിരുന്നു തീരുമാനം. പക്ഷേ ബ്രസീലിനായി കിക്കെടുത്ത ബ്രൂണോ ഗ്യുമറിഷിന് പിഴച്ചു. താരത്തിന്റെ ഷോട്ട് നോർവേ ഗോൾ കീപ്പർ ഓറിയാൻ നീലൻഡ് തട്ടിയകറ്റി. ആദ്യ പകുതിയിലുടനീളം കൗണ്ടർ അറ്റാക്കുകളിൽ മികച്ച അവസരങ്ങൾ ബ്രസീലിന് ലഭിച്ചിരുന്നു. പക്ഷേ ഗബ്രിയൽ മാർട്ടിനെലിക്കും മത്തിയാസ് കുഞ്ഞയ്ക്കും അതൊന്നും മുതലാക്കാനായില്ല. മറുവശത്ത് നോർവേക്കും 3ഓളം മികച്ച അവസരങ്ങൾ ആദ്യ പകുതിയിൽ ലഭിച്ചിരുന്നെങ്കിലും അവർക്കും ലക്ഷ്യം കാണാനായില്ല. 2-ാം പകുതിയിൽ എൻട്രിക്കും പിന്നീട് നെയ്മറും കളത്തിലെത്തിയെങ്കിലും ബ്രസീലിന്റെ കളിക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല. സ്പോർട്സ് ഡെസ്ക് TCV. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ വിയൂർ പോലീസ് അറസ്റ്റ് ചെയ്ത വേലൂർ വെങ്കിലശ്ശേരി മണിമലർക്കാവ് ക്ഷേത്ര മേൽശാന്തി വൈക്കം നാരായണൻ നമ്പൂതിരിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കിയതായി ക്ഷേത്ര കമ്മിറ്റി അറിയിച്ചു. 95 ഗ്രാം സ്വർണം ടേക്ക് ഓവർ ചെയ്യാനെന്ന വ്യാജേന വിയൂരിലെ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും 9 ലക്ഷത്തിലധികം രൂപ തട്ടിപ്പ് നടത്തിയ കേസിലാണ് ഇയാൾ അറസ്റ്റിലായത്. കേസിൽ 3 പ്രതികൾ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. കഴിഞ്ഞ 12 വർഷമായി മണിമലർക്കാവ് മേൽശാന്തിയായി നാരായണൻ നമ്പൂതിരി സേവനമനുഷ്ഠിക്കുകയാണ്. ഈ കാലയളവിൽ അദ്ദേഹത്തിനെതിരെ പൂജാകാര്യങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ ഭക്തരുടെ ഭാഗത്തുനിന്ന് യാതൊരു പരാതികളും ഉണ്ടായിരുന്നില്ല. രേഖപ്രകാരം ഒരു പരാതിയും ക്ഷേത്രം കമ്മിറ്റിക്കോ ട്രസ്റ്റിനോ ലഭിച്ചിട്ടുമില്ല. വർഷം തോറും അദ്ദേഹത്തിന് അനുവദിക്കുന്ന ലീവിന്റെ ഭാഗമായി ജൂൺ 10-ാം തീയതി മുതൽ 1 മാസത്തെ ലീവിലാണ്. ഈ വിഷയം അറിഞ്ഞപ്പോൾ ക്ഷേത്ര കമ്മിറ്റിയും മാതൃസമിതിയും അടിയന്തരമായി യോഗം ചേരുകയും ക്ഷേത്ര മേൽശാന്തി സ്ഥാനത്ത് നിന്ന് അന്വേഷണ വിധേയമായി മാറ്റി നിർത്താൻ തീരുമാനിക്കുകയുമായിരുന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ ഭാഗം കേട്ട് മേൽ നടപടികൾ സ്വീകരിക്കുവാനും തീരുമാനിച്ചു. എല്ലാ വർഷവും നടത്തുന്ന 450-ൽ പരം കുടുംബങ്ങൾ ഉൾപ്പെടുന്ന ദേശപൊതുയോഗത്തിൽ വെങ്കിലശ്ശേരി ദേശത്തിലെ ദേശവരിക്കാരായ ആർക്കും പങ്കെടുക്കാനും അഭിപ്രായം പറയാനും അവകാശമുണ്ട്. വിഷമത്തിലുള്ള കുപ്രചാരണങ്ങൾ ക്ഷേത്രവിശ്വാസികൾ തിരിച്ചറിയണമെന്നും ക്ഷേത്ര കമ്മിറ്റിയും ട്രസ്റ്റിയും വാർത്താ കുറിപ്പിലൂടെ അറിയിച്ചു. ജില്ലയിലെ മികച്ച 2ാമത്തെ സഹകരണ ബാങ്കായി കടവല്ലൂർ സർവീസ് സഹകരണ ബാങ്കിനെ തിരഞ്ഞെടുത്തു. വരടിയം സർവീസ് സഹകരണ ബാങ്കിനാണ് 1-ാം സ്ഥാനം. കൂനമൂശി ബാങ്കിന് 3-ാം സ്ഥാനവും ലഭിച്ചു. ജില്ലയിലെ മികച്ച ബാങ്കിനുള്ള 2-ാം സ്ഥാനം ലഭിച്ചതിൽ അഭിമാനവും സന്തോഷവുമുണ്ടെന്ന് ബാങ്ക് പ്രസിഡന്റ് MK മോഹനൻ പറഞ്ഞു. 2006 വരെയുള്ള UDFന്റെ ഭരണകാലത്ത് നഷ്ടത്തിലായിരുന്ന ബാങ്ക് LDF ഭരണത്തിലായ ശേഷമാണ് ഇപ്പോഴത്തെ ഉയർച്ചയിലെത്തിയത്. സഹകാരികളുടെയും ജീവനക്കാരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ് ഈ അംഗീകാരത്തിന് അർഹത നേടിയതെന്നും പ്രസിഡന്റ് പറഞ്ഞു. നിക്ഷേപ സമാഹരണം, കാർഷിക മേഖലയ്ക്ക് വേണ്ട പലിശരഹിത ലോണുകൾ, നീതി മെഡിക്കൽസ്, ആംബുലൻസ് സർവീസ്, ചെറുകിട സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള സംവിധാനങ്ങൾ എല്ലാം ആധുനിക സൗകര്യങ്ങളോടെയുള്ള കെട്ടിട സമുച്ചയം എല്ലാ അംഗീകാരത്തിന് അർഹയാക്കി. ഇടവേള. French Dairy Pistachio Kunafa Bar. വാർത്തയിലേക്ക്. സ്വർണ്ണവിലയിൽ നേരിയ കുറവ്. ഗ്രാമിന് 10 രൂപയുടെ കുറവാണ് ഉണ്ടായത്. 1 ഗ്രാം സ്വർണത്തിന്റെ വില 13,440 രൂപയായാണ് കുറഞ്ഞത്. പവന്റെ വിലയിൽ 80 രൂപയുടെ കുറവുണ്ടായി. 1,07,520 രൂപയായാണ് സ്വർണ്ണവില കുറഞ്ഞത്. രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുകയാണ്.
ജൂബിലി അമല മെഡിക്കൽ കോളേജ് ആശുപത്രികളിലെ സമരവുമായി ബന്ധപ്പെട്ട് തൃശൂർ അതിരൂപതയെയും സഭാ നേതൃത്വത്തെയും അവഹേളിക്കുന്നവർക്കെതിരെ ഏനാമാക്കൽ ഇടവകയിൽ പ്രതിഷേധ സംഗമം നടന്നു. വികാരി ഫാദർ തോമസ് ചൂണ്ടൽ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇടവക ട്രസ്റ്റി KT സ്റ്റീഫൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. ഭക്തസംഘടന ഏകോപന സമിതി കൺവീനർ ബിജോയ് പെരുമാട്ടിൽ, കുടുംബസമ്മേളന കേന്ദ്ര സമിതി പ്രസിഡന്റ് EP ആന്റണി, ഡീക്കൻ പ്രിൻസ് ആറുകാക്കൽ, സിസ്റ്റർ വത്സ ആന്റോ തുടങ്ങിയവർ സംസാരിച്ചു. UNAയുടെയും സഭാ വിരുദ്ധ ശക്തികളുടെയും അവഹേളനങ്ങൾക്കെതിരെ ചിറ്റാറ്റുകര ഇടവകയിൽ പ്രതിഷേധ ദിനം ആചരിച്ചു. വികാരി ഫാദർ ജെയിംസ് വടക്കൂട്ട് പ്രതിഷേധയോഗം ഉദ്ഘാടനം ചെയ്തു. സഹവികാരി ഫാദർ ജിയോ പുലിക്കോട്ടിൽ അധ്യക്ഷത വഹിച്ചു. കൈകാര്യന്മാരായ TV ആന്റോ, AC ജെയിംസ്, ജോഷി തോമസ് എന്നിവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ SFI ബാലസംഘം താന്യം തെക്ക് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. ഗാനരചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ TV മദനമോഹനൻ അധ്യക്ഷനായി. CPM ചെയർപേരിയ സെക്രട്ടറി AS ദിനകരൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഡോക്ടർ T സുരേഷ് കുമാർ, വിമുക്തി മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഷെഫീഖ് യൂസഫ്, ഡിവൈഎഫ്ഐ ചെയർപ്പ് ബ്ലോക്ക് സെക്രട്ടറി AS ജിംഷാർ, പഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭ 14-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയോജനങ്ങളെ ആദരിക്കലും ഉമ്മൻചാണ്ടി വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ട്രഷറർ AP ബാബു അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ AT സ്റ്റീഫൻ, സിജു പാവറട്ടി, നഗരസഭാ കൌൺസിലർമാരായ MV ബിജു, റഷീദ് കുന്നിക്കൽ, പാവറട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ജില്ലാതല +1 പ്രവേശനോത്സവം തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. MLA രാജൻ J പല്ലൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, കോർപ്പറേഷൻ ഡിവിഷൻ കൌൺസിലർ പൂർണിമ സുരേഷ്, വിദ്യാഭ്യാസ ഉപഡയറക്ടർ T ശൈല, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ VG ജോളി, പ്രിൻസിപ്പൽ KR സ്മിത, പ്രധാന അധ്യാപിക KP ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീജ, ഉപജില്ലാ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി കുറച്ച് ദിവസം ഇവരൊക്കെ പരീക്ഷയുടെ പോലെ ഞങ്ങൾ മത്സ്യസഭയിലേക്ക് ചെന്നപ്പോൾ ഇതുവരെ കണ്ടത് മണലൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കുന്ന കാർബൺ ന്യൂട്രൽ മണലൂർ മാതൃകാ വികസന പദ്ധതിക്ക് തുടക്കമായി. കേരള കാർഷിക സർവകലാശാല നൽകിയ 35 ഇനം മാവിൻ തൈകൾ ആദ്യഘട്ടമായി ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ക്യാമ്പസിൽ നട്ടുകൊണ്ടാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിനോടനുബന്ധിച്ച് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീവ് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, വാടാനപ്പള്ളി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PP സന്തോഷ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KU സരിത, സിനി പ്രസാദ്, ആൻഡോ ലിജോ തുടങ്ങിയവർ സംസാരിച്ചു. കൊല്ലത്ത് നടന്ന 11ാമത് കേരള ഹോക്കി ജൂനിയർ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ മത്സരത്തിൽ ആതിഥേയരായ കൊല്ലത്തോട് പരാജയപ്പെട്ട തൃശൂർ ജൂനിയർ ആൺകുട്ടികളുടെ ടീം റണ്ണേഴ്സപ്പായി. ഒളിമ്പ്യൻ PR ശ്രീജേഷ് സമ്മാനദാനം നിർവഹിച്ചു. മുള്ളൂർക്കര കാഞ്ഞിരശ്ശേരി GM-LP സ്കൂളിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. സ്കൂൾ പ്രധാന അധ്യാപിക ലൗലി വിൽസൺ ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ആദ്യ സിറോ മലബാർ രൂപതയായ ഷിക്കാഗോ സെന്റ് തോമസ് രൂപതയുടെ 1 വർഷം നീണ്ടുന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങൾ ഈ മാസം 9 മുതൽ 12 വരെ നടക്കുമെന്ന് രൂപത അധ്യക്ഷൻ മാർ ജോയ് ആലപ്പാട്ട് ഷിക്കാഗോയിൽ അറിയിച്ചു. കർദിനാൾ മാർ ജോർജ് കൂവക്കാട്ട്, ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത, മാർ തോമസ് തറയിൽ എന്നിവർ പങ്കെടുക്കും. ഇന്ത്യ പ്രസ് ക്ലബ്ബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ഷിക്കാഗോ ചാപ്റ്റർ നേതൃത്വത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ
IPCNA ചാപ്റ്റർ പ്രസിഡന്റ് പ്രസന്നൻ പിള്ള, ചാപ്റ്റർ സെക്രട്ടറി അലൻ ജോർജ്, ഫാദർ തോമസ് കടുക്കപ്പിള്ളിൽ എന്നിവർ പങ്കെടുത്തു. പുത്തൻപിടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 പ്രവേശനോത്സവം നടന്നു. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ബിബിൻ മൈക്കൽ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CC ജോസഫ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ സ്മിത P. ജോസ്, പഞ്ചായത്ത് അംഗം CL ജോബി, MPTA പ്രസിഡന്റ് ജെസി വർഗീസ്, പ്രധാന അധ്യാപകൻ KK ഫ്രാൻസിസ്, പള്ളി ട്രസ്റ്റി ആന്റണി ഐനിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. SSLC +2 വിജയികൾക്ക് ചാമക്കാല ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റി ഏർപ്പെടുത്തിയ CH മുഹമ്മദ് കോയ സാഹിബ്, MK ഹസൻ അലി ഹാജി, PM അബ്ദു ഹാജി മെമ്മോറിയൽ അവാർഡ് വിതരണവും ചെയ്തു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഹാറൂൺ റഷീദ് ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് PK ഹംസ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സ്മിജി ഉണ്ണികൃഷ്ണൻ, ചാമക്കാല മഹൽ ഖത്തീബ് ഷുഹൈബ് ഹുദവി, മുസ്ലിം ലീഗ് മണ്ഡലം വൈസ് പ്രസിഡന്റ് PA മൊയ്തു, മണ്ഡലം സെക്രട്ടറി സലീം പുറക്കുളം, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് EK മുഹമ്മദ് ഹാജി, പഞ്ചായത്ത് സെക്രട്ടറി AM മൻസൂർ, ജില്ലാ കൗൺസിൽ അംഗം PK മുഹമ്മദ് അലി ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വാണിജ്യം. പ്രീമിയം ഡ്രൈ ക്ലീനിംഗ് ആൻഡ് ലോണ്ടറി സ്റ്റുഡിയോ രംഗത്തെ പ്രമുഖ സ്ഥാപനമായ വാഷിഫൈയുടെ തൃശൂരിലെ ആദ്യത്തെ ഫ്രാഞ്ചൈസി പ്രസ്റ്റീൻ കെയർ സർവീസ് നെല്ലങ്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. നെല്ലങ്കര റിപ്പബ്ലിക് സ്ക്വയറിൽ പ്രവർത്തനം ആരംഭിച്ച വാഷിഫൈ ഫ്രാഞ്ചൈസി പ്രസ്റ്റീൻ കെയർ സർവീസസിന്റെ ഉദ്ഘാടനം രാജൻ ജെ പല്ലൻ MLA നിർവഹിച്ചു. ജെറുസലേം റിട്രീറ്റ് സെന്റർ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോ പാച്ചേരിയിൽ ആശീർവാദ കർമ്മം നിർവഹിച്ചു. മുക്കാട്ടുകര ഡിവിഷൻ കൗൺസിലർ ശ്യാമള മുരളീധരൻ, കോൺഗ്രസ് മുക്കാട്ടുകര യൂണിറ്റ് പ്രസിഡന്റ് N. ഉദയകുമാർ, BJP മുക്കാട്ടുകര ഏരിയ സെക്രട്ടറി K. ജയൻ, അഡ്വക്കേറ്റ് റോമി, പ്രസ്റ്റീൻ കെയർ സർവീസസ് പ്രൊപ്പറേറ്റർ ബിന്ദു ജോൺസൺ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബാംഗങ്ങളായ റിസൻ, എഡ്രീന, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രീമിയം ഡ്രൈ ക്ലീനിംഗ് ലോണ്ടറിയുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ അണിനിരത്തിയിരിക്കുകയാണ് ഇവിടെ. പ്രീമിയം കെയർ ഡ്രൈ ക്ലീനിംഗ്, പെർഫെക്റ്റ് ഫ്രഷ് സ്റ്റീം അയേണിംഗ്, ഡീപ് ക്ലീൻ ഷൂ ക്ലീനിംഗ്, ഫ്രഷ് ആൻഡ് സോഫ്റ്റ് ഹെൽമറ്റ് ക്ലീനിംഗ്, കർട്ടൻസ്, ബ്ലാങ്കറ്റ്സ് ആൻഡ് ഹോം ടെക്സ്റ്റൈൽ ക്ലീനിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് ഇമ്പോർട്ടഡ് മെഷീനറികളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പരിസ്ഥിതി സൗഹൃദവും ബയോഡിഗ്രേഡബിളുമായ ഗ്രീൻ സർട്ടിഫൈഡ് ഇമ്പോർട്ടഡ് സൊല്യൂഷൻസ് ആണ് ഇവിടെ ക്ലീനിങ്ങിനായി ഉപയോഗിക്കുന്നത്. ഡ്രൈ ക്ലീനിംഗ് ലൈവായി കാണാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 4 മണിക്കൂറിനകം സേവനം നൽകി ഡെലിവറി ചെയ്യുന്ന പ്രീമിയം എക്സ്പ്രസ് ഡെലിവറി, 3 ദിവസത്തിനകമുള്ള സ്റ്റാൻഡേർഡ് ഡെലിവറി എന്നിവ ഇവിടുത്തെ സവിശേഷതയാണ്. നിശ്ചിത അളവിൽ കൂടുതലുള്ള സേവനങ്ങൾക്ക് ഫ്രീ പിക്കപ്പ് ആൻഡ് ഡെലിവറി സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9037170592. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Gold and Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,440 രൂപ, പവന് 1,07,520 രൂപ. TJM Gold and Diamonds ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Gold and Diamonds, Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കുന്നംകുളം വടുതല ഗവൺമെന്റ് UP സ്കൂളിൽ ഭീമൻ കടന്നൽക്കൂട്, കുട്ടികളുടെ സുരക്ഷ കണക്കിലെടുത്ത് സ്കൂളിൽ നിന്ന് അവധി നൽകി. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് നഴ്സുമാർ നടത്തിയ മാർച്ചിൽ പ്രതിഷേധം രമി. ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് നഴ്സുമാർ നടത്തുന്ന സമരം ഒത്തുതീർപ്പാക്കാത്ത മാനേജ്മെന്റ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് മാർച്ച്. അമല ആശുപത്രിയുടെ നഴ്സുമാരുടെ സമരം അവസാനിച്ചിട്ടില്ലെന്ന് മാനേജ്മെന്റ്.
തൃശൂർ നഗരമധ്യത്തിൽ അതിഥി തൊഴിലാളിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ മുഖ്യപ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പ്രതിയെ പിടികൂടിയത് അസമിൽ നിന്ന്. മാന്നാമംഗലം വെള്ളക്കാരിത്തടത്ത് വീണ്ടും കാട്ടാന ഇറങ്ങി. കാട്ടാന ശല്യം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട ജനകീയ സമിതി പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. കാട്ടാനകളെ നിരീക്ഷിക്കാൻ AI സംവിധാനം ഏർപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീലിന് കണ്ണീരോടെ മടക്കം. ബ്രസീലിനെ അട്ടിമറിച്ച നോർവേ ക്വാർട്ടർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.